ഇനി എല്ലാവരുടെയും മനസ്സിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, അടുത്ത ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ ആരായിരിക്കും? രോഹിത് ശർമ്മ വിരമിച്ചു കഴിഞ്ഞു. ഇനി BCCIക്ക് പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിക്കാതിരിക്കാൻ സാധിക്കില്ല. പെർമനന്റ് ആയിട്ട് ഇന്ത്യൻ ടീമിന് ഒരു T20 ക്യാപ്റ്റനെ ആവശ്യമാണ്. ടെസ്റ്റിലും ഏകദിനത്തിലും രോഹിത് ശർമ്മ തന്നെയായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. T20യിലേക്കാണ് പുതിയൊരു ക്യാപ്റ്റനെ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സഞ്ജുവിന് സന്തോഷ വാർത്തയാണ് തരുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. BCCIയുടെ മുൻപിൽ ഒരുപാട് താരങ്ങളുണ്ട്. അവരിൽ ഒരാളായിരിക്കും ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റൻ. ഇതിൽ മുൻപന്തിയിലുള്ളത് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. പാണ്ഡ്യ ഇന്ത്യയുടെ അടുത്ത T20 ക്യാപ്റ്റനാകാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ പാണ്ഡ്യയ്ക്ക് ഒരുപാട് തവണ പരിക്കുകൾ വരുന്നുണ്ട്. ഈ T20 വേൾഡ് കപ്പിൽ തന്നെ പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടി BCCI ഒരുക്കങ്ങൾ തുടർന്നു. എന്നാൽ അവസാന നിമിഷം പാണ്ഡ്യയ്ക്ക് പരിക്ക് പറ്റി. അതുകൊണ്ട് ഇനിയൊരു റിസ്ക് എടുക്കാൻ BCCI ഒരുക്കമല്ല. അതുകൊണ്ട് ടീമിൽ എപ്പോഴും കളിക്കാൻ പറ്റുന്ന താരത്തെയായിരിക്കും ക്യാപ്റ്റനാകുന്നത്. അതുകൊണ്ട് പാണ്ഡ്യയ്ക്ക് ഇനി റോളില്ല. ഇനിയിപ്പോൾ സാധ്യതയുള്ള അടുത്തൊരു താരം സൂര്യകുമാറാണ്. സൂര്യകുമാർ ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമാണ്. 4-ാം നമ്പറിൽ സൂര്യ അടിച്ചു കളിക്കുന്നുമുണ്ട്. ഇതിനു മുന്നേ T20 ക്യാപ്റ്റനായിട്ട് സൂര്യ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് BCCI സ്ഥാനം കൊടുക്കുന്ന അടുത്തൊരു താരം സൂര്യകുമാറാണ്. ഇനി ബാറ്റ്സ്മാൻമാർ മാത്രമല്ല, ബൗളേഴ്സിനെയും ക്യാപ്റ്റനാക്കാമെന്ന് ഓസ്ട്രേലിയ കാട്ടിത്തന്നു. അതുകൊണ്ട് ഇനി ഇന്ത്യയുടെ പുതിയൊരു T20 ക്യാപ്റ്റനായിട്ട് ബുംറ വരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ബുംറ ബൗളിങ്ങിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ബുംറയേക്കാൾ മികച്ച ബൗളർ T20 ക്രിക്കറ്റിൽ ഇനി ഉണ്ടായിരിക്കില്ല. അതുപോലെയായിരുന്നു വേൾഡ് കപ്പിൽ ബുംറ ബൗൾ ചെയ്തത്. എന്തുകൊണ്ട് ഒരു ബൗളറെ ക്യാപ്റ്റനാക്കിക്കൂടാ? അതുകൊണ്ട് ഇനി ബുംറയ്ക്കും സാധ്യതയുണ്ട്. അടുത്തൊരു സാധ്യത സഞ്ജുവിനാണ്. രാജസ്ഥാന് വേണ്ടി സഞ്ജു മികച്ച ക്യാപ്റ്റൻസിയാണ് കാഴ്ചവെച്ചത്. സഞ്ജുവിനെ ക്യാപ്റ്റനാക്കാനും BCCIക്ക് പദ്ധതിയുണ്ടെന്നാണ് റിപ്പോർട്ട്. IPLലെ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി BCCIക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് സാധ്യതാ ലിസ്റ്റിൽ സഞ്ജുവുമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത T20 ക്യാപ്റ്റൻ ആരായിരിക്കണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.